ഗൈസ് നമ്മളിപ്പോൾ മുട്ടയില നിൽക്കണം കേട്ടോ. നമ്മളിനി പോകുന്നത് സഹസ്രലിംഗിലേക്കാണ്. അപ്പോൾ ഇത് ഗോവ ബസ് സ്റ്റാൻഡാണിത്. ഗോവല്ല, കർണാടക ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് ബസ്സിന് പോകുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയകളൊക്കെ അവിടെയൊക്കെ. ബസ്സിൻ്റെ ടൈമുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ പോണ ബസ് അതാണ്. ഓക്കെ, നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 ബസ് മാറി കയറണം. നമ്മളിത് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് ബസ് കയറിച്ച് കയറി. അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തു. വഴികളൊക്കെ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ കയറി നമ്മൾ യാത്ര തുടരുകയാണ് ഇപ്പോൾ. ഗൈസ്, അപ്പോൾ സിർസി ബസ് സ്റ്റാൻഡിലെത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് നടക്കുകയാണ്. അപ്പോൾ ഏത് റൂട്ടാണ് ബസ് എന്ന് അറിയില്ല. ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറയണത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് സഹസ്രലിംഗയ്ക്ക് ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ബസ് സ്റ്റാൻഡ് ഏകദേശം ഒരു 100 മീറ്റർ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ബസ് കയറി സഹസ്രലിംഗ ബസ് കയറിയിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ മെയിൻ കാഴ്ചകൾ കാണാറ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു സിറ്റി ഒന്നല്ല, ചെറിയ ഗ്രാമപ്രദേശം പോലെയാണ്. കണ്ടില്ലേ, കടകളൊക്കെ ചെറിയ മണ്ണൊന്നൊക്കെ ഉണ്ടാക്കി വീടുകൾ കണ്ടില്ലേ. പാത്രങ്ങളൊക്കെ വെച്ചെടുക്കുന്നു. തുണിക്കട, ചെറിയ കട കേട്ടോ. ഒരുപാട് ചെറിയ കുട്ടികൾക്കുള്ള തുണി ഐറ്റംസൊക്കെ ഉണ്ട്. അവിടെ മാങ്ങണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ. അപ്പോൾ നമ്മളിതാ ഓരോ സ്ഥലങ്ങളുണ്ട് നടക്കട്ടോ. അവിടെ ഒരു അടിപൊളി ഒരു അമ്പലം കണ്ടില്ലേ. നൈസ് ഏരിയ കേട്ടോ. അവിടെ ചെറിയൊരു മാർക്കറ്റാണ് ആ ഏരിയയിൽ കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് പച്ചക്കറികളും ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. കണ്ടില്ലേ, പൂക്കടകൾ, ഓട്ടോറിക്ഷ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഏകദേശം എത്താറായിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതാണ് മാർക്കറ്റ് കേട്ടോ. ഓട്ടോറിക്ഷ കണ്ടില്ലേ, മാർക്കറ്റ്. ഇവിടെ ചെറിയ മാർക്കറ്റ് പോകുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഉൾവശല്ലേ. ഇവിടുത്തെ ഒരു മാർക്കറ്റ് പോകുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് അവിടെയാണ്. ഇതിനാണ് കയറാൻ. മാങ്ങ മേടിച്ചാലോ. അവിടെ വെറൈറ്റി മാങ്ങകളുണ്ട് കേട്ടോ. അവിടെ ഒരു വെറൈറ്റി പേരൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ. കപ്പൂർ എന്നൊക്കെ പറയണം. വെറൈറ്റി സാധനമാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിന് കൂടെ പോകാൻ കേട്ടോ. നല്ല വൃത്തിയുള്ള മാർക്കറ്റ് കേട്ടോ. കണ്ടില്ലേ, എല്ലാവിധ പച്ചക്കറി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ഉണ്ടല്ലേ, അടിപൊളി നല്ല ഫ്രഷ് പച്ചക്കറികളുണ്ടോ. അങ്ങനെ കണ്ടില്ല, അവിടെ ഉണ്ട് ആ ഭാഗത്ത്. അങ്ങനെ മാർക്കറ്റിൻ്റെ നല്ല കാഴ്ച കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡ് അവിടെ അല്ലേ.
സ്റ്റാൻഡിൽ കയറുമ്പോൾ പാനിപൂരി ഒക്കെ ഉണ്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റാട്ടോ ഇവിടുത്തെ പാനിപൂരി കണ്ടില്ലേ ഈ ഐറ്റം കണ്ടില്ലേ പാനിപൂരി ഇവിടുത്തെ മെയിൻ ഐറ്റം ഇവിടുത്തെ ഏതോ ഇത് അടക്കിയ കഴിക്കാനുള്ള നല്ലത് അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടാ സ്റ്റാൻഡൊരു ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് ഇത് പുതിയതല്ല പഴയ ബസ് സ്റ്റാൻഡാണ് അങ്ങനത്തെ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് നമുക്കിനി ബസ് ഇവിടെ നിന്നാണ് കിട്ടുക നമുക്ക് ചോദിക്കേണ്ടി വരും ഇവിടെ കറക്റ്റായിട്ട് ഗൈസ് അപ്പോൾ ഇതാ ബോർഡ് കേട്ടോ നമ്മളങ്ങനെ എത്തി ഇവിടേക്ക് ഇതാണ് റൂട്ട് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ ഇവിടെയാണ് 1000 ശിവലിംഗമുള്ള സ്പോട്ട് അപ്പോൾ നടന്ന ഒരു പുഴയുടെ തീരത്താണ് ഈ സംഭവം ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ സംഭവം കാണും നമുക്ക് അങ്ങോട്ട് പോകാം ഉള്ളേരിയിലാണ് ഈ സംഭവം പിന്നെ ഞങ്ങളങ്ങോട്ട് നടന്നു പോവാണ് വഴി ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഫുൾ സെറ്റാണ് നമുക്ക് കറക്റ്റായിട്ട് ഇനി ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോകാണ്ടോ ഉൾഗ്രാമത്തിൽ കൂടെ നമ്മൾ പോകുന്നത് കേട്ടോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉൾഗ്രാമത്തിലൂടെ ഇപ്പോൾ നമ്മൾ പോകുന്നിട്ടിപ്പോൾ ഗൈസ് അപ്പം നമ്മളങ്ങനെ എത്തിയിട്ടോ ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ നടന്നു വണ്ടി പാർക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ടയർഡായി ഉണ്ടല്ലേ ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ഉള്ളത് ഇതാണ് സംഭവം കേട്ടോ ഒരു പാലം തന്നെ കാണണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ തൂക്കുപാലം ഇവിടെ കണ്ടില്ലേ ഈ മൃഗങ്ങളുടെ ഈ കാട്ടിലുണ്ട് സംഭവം ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടത് നമ്മൾ അത്യാവശ്യം ടയർഡായി കണ്ടില്ലേ തൂക്കുപാലം ധ്യാനം ഇറങ്ങാൻ പറ്റില്ല ധ്യാനം ഇറങ്ങിയാലോ മേലെന്ന് നോക്കിയിട്ടേ കണ്ടില്ലേ ഗൈസ് കാണാലോ ചളി വെള്ളയിലോ അല്ല ഒന്നും കാണാനില്ലോ ആ കോട്ടയില് പാത്തപ്പോ നല്ല വലിയ കല്ലുകളൊക്കെ ഉണ്ടാകുന്നത് നല്ല ഞാൻ കേട്ടത് നീക്ക് കൊടുത്തത് ശിവലിംഗം എങ്കർക്ക് ശിവലിംഗം എങ്കർക്ക് അക്കട അങ്ങനെ പോവാന്ന് അങ്ങനെ പറഞ്ഞ അതിനറിയാന്ന് അപ്പോൾ ചളിവെള്ളമാണ് കംപ്ലീറ്റ് കണ്ടില്ലേ കുറേ പേരോട് നിൽക്കണൊക്കെ ഉണ്ട് ആ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അപ്പം അതിന് വഴിയുണ്ട് ഒരു നിഗൂഢമായ വഴി കൂടെയൊക്കെ നമ്മൾ പോണത് കേട്ടോ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം കണ്ടില്ലേ അത് വേറെ ബോർഡാ
അപ്പോൾ നമ്മൾ വേറെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവാട്ടോ. ശിവലിംഗത്തിൻ്റെ അവിടേക്കുള്ള യാത്ര ചെയ്യാനാണ് പോയോട്ടെ. ശിവലിംഗം കാണാൻ പോകുന്ന ശിവലിംഗത്തിൻ്റെ അവിടേക്ക്. അപ്പോൾ എന്താ പക്ഷെ ഇതിലിറങ്ങാൻ പറ്റില്ലടാ, ചളി വെള്ളല്ലേ. ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം കേട്ടോ. അടിപൊളി, വാവ്. എന്താ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്ദി. ചളിവെള്ളമാണ്, കുളിക്കാൻ പറ്റില്ലേ. കൊഴുപ്പ് കുറവാണ്. ഇതാണ് 1000 ശിവലിംഗമുള്ള ശാസ്ത്രീയം കേട്ടോ. ഇതൊക്കെ ശിവലിംഗം കിടക്കണ്ടില്ലേ. അവിടെ നന്ദി കണ്ട അങ്ങനെ കുറച്ച് കണ്ടില്ലേ ഗൈസ്, ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ അവിടെ കണ്ട അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് തന്നെയാണ് വഴി കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ. നന്ദിയല്ലത്. നന്ദി കണ്ടില്ലേ. ഇതെന്താ തകർന്നു പോയതാണോ അതൊക്കെ? തകർന്നു വീണാണോ അതൊക്കെ? അതത് ഇങ്ങനെ വെച്ചത്? ഇത് കണ്ടില്ലേ. കണ്ടില്ലേ. ഇപ്പം നമ്മളിത് 1000 ശിവലിംഗമുള്ള സ്ഥലത്ത് എത്തിയിട്ടാണ്. ഇവിടെയാണ് അതിൻ്റെ സ്പോട്ട്. ഇപ്പം ഇവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതന്നെയാണെന്ന് കറക്റ്റ് വഴി. നമ്മൾ കാടിക്കൂട്ടേക്ക് വന്നത്. അത് ചെരുപ്പിട്ട പോയത്. കണ്ടില്ലേ, ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഡേഞ്ചർ സ്ഥലം. അവിടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കേരള കേരള അങ്ങ പോക മുടിയതോ?
స్టడీ చేస్తాను నీకు ആ നല്ല ഒഴുക്കാണ് ഇവിടെ ഇവിടെ ഡേഞ്ചർ കേട്ടോ നല്ല ഒഴുക്കുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മളിങ്ങനെ മേലേക്ക് കയറി ഇതാ നമ്മളെത്തി അടുത്ത അതിലേക്ക് എത്തിയിട്ടാ സെക്ഷൻ വെരി വെരി ഡേഞ്ചറസ് സ്ഥലം കേട്ടോ ആ കണ്ടില്ലേ ചളി വെള്ളമായില്ലേ ആ അപ്പം ഞങ്ങളിതാ അടുത്ത റൂട്ടിലേക്ക് പോയി ആ നല്ല വഴുക്കലുണ്ട് കേട്ടോ കല്ലൊക്കെ കണ്ടില്ലേ നല്ല കല്ലിനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് കണ്ടില്ലേ കല്ലൊക്കെ നല്ല മിനുസാണ് ഇവിടെ ഒന്നും ഇല്ലല്ലേ ആ അങ്ങോട്ട് പോവാ അവിടെ നിക്കാം നമുക്ക് ആകെ കൂടിയിരിക്കുന്നില്ലേ അവിടെ ആൾക്കാരൊക്കെ വീടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ പോവാ ഇവിടെ ഒന്നുമില്ല കണ്ടില്ലേ എന്തായാലും ഒരു വിചിത്ര കാഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് കണ്ടില്ലേ ഇവിടെ കുളിക്കാൻ പറ്റില്ല ഇതാണ് കല്ലുകൾ കണ്ടില്ലേ ഓരോ വ്യത്യസ്ത ഷേപ്പിൽ ഓരോ കല്ലുകളാണ് അപ്പോൾ നമ്മളിതാ ഇവിടെ ഇറങ്ങി നല്ല ഒഴുക്കാട്ടോ അവിടെ കണ്ടില്ലേ അങ്ങോട്ട് പോയിട്ടില്ലേ പക്ഷേ മേലെ കൂടെ കിടക്കാം जा सकते कुछ प्रॉब्लम नहीं हम वो यहाँ पे ये करते हैं अभी पानी कल नहीं था यहाँ यस्टरडे कल नहीं था कौन क्या आपका ആ ഒഴുക്കുണ്ടോ प्रॉब्लम नहीं होता है ऐसे जा सकते हैं ऐसे डिप नहीं എന്താ കടക്കാൻ പറ്റുമോ बाबा हो करो ചേട്ടാ ശിവലിംഗത്തിലേക്ക് വെള്ളം ഒഴിക്കണത് കടന്നോ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ ടാസ്ക്കാണ് കിടക്കാൻ കണ്ടില്ലേ എന്താ അവരൊക്കെ അവിടെ നിന്ന് കയറിട്ടോ
ഉണ്ടല്ലേ. നമുക്ക് കൊത്തിയിട്ടെടുക്കട്ടോ. അടിപൊളി സംഭവം. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം അത്യാവശ്യം സമയമായിട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയപ്പോൾ കുറേ പേരൊക്കെ പോയി തുടങ്ങി. നമുക്ക് ഈ സ്ഥലപരിചയമില്ല. ഏകദേശം നമ്മൾ ഇത്രയ്ക്ക് തന്നെ ഇവിടെ കാണാറുള്ളൂ കേട്ടോ കാഴ്ചകൾ. കണ്ടില്ലേ? അപ്പോൾ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് നടക്കണം. നമ്മളൊരു 1000 കേട്ടോ. ഞങ്ങളൊന്നും ഇത് കൊത്തിയതൊക്കെ കണ്ടില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. വെള്ളം വയ്ക്കുമ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടാണ് വീഴുന്നത്. കണ്ടില്ലേ? ഉണ്ടോ? ശിവലിംഗത്തിന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മേലെ വയ്ക്കുമ്പോൾ കണ്ടില്ല നല്ല. ഞാൻ വയ്ക്കാം. ഒരു വീട് എടുക്കും. ഞാൻ വിഷ്ണുവിൻ്റെ എടുക്കാം. എടുക്കും. ഇതിൽ വിഷ്ണുവിൻ്റെ ഫോൺ എടുക്കാം. ഇപ്പം കണ്ടില്ലേ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് അടിപൊളിയായിട്ടാണ് വീഴുന്നത്. കണ്ടില്ലേ? വെറൈറ്റി ആയിട്ട് കേട്ടോ. കണ്ടില്ലേ? അങ്ങനെ ഒരുപാട് ഇതുപോലെ ചെറിയ ചെറിയ ഇവിടെ കണ്ടില്ലേ നല്ല ഭസ്മൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ പൂജയൊക്കെ നടക്കാറുണ്ടോ? ഭസ്മം കെട്ടുണ്ട് കണ്ടില്ലേ ശിവലിംഗത്തിൻ്റെ മേലെ. അപ്പോൾ രണ്ട് സൈഡും ഫോറസ്റ്റ് ഏരിയ കേട്ടോ. അതിൻ്റെ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് ഏകദേശം കാഴ്ചകൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഒരു വെറൈറ്റി കാഴ്ചയാണ്. നമ്മളിനി കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ പോവുകയാണ്. വന്ന വഴിയിൽ പോവാം. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴി അങ്ങോട്ട് നടക്കണം കേട്ടോ. ഇത്തിരി ടാസ്ക്കാണ് നടക്കാനൊക്കെ. കണ്ടില്ലേ? ശ്രദ്ധിച്ച് നടക്കണം. അപ്പോൾ കണ്ടില്ലേ വന്ന വഴി തന്നെ പോവുക. നമ്മളിപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ടു കേട്ടോ. അവിടെ നിന്ന് കയറി ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ അവിടെ വേരൊക്കെ വന്നിട്ട് അതിൻ്റെ സൈഡിലൊരു നന്ദി കണ്ടില്ലേ? കണ്ടില്ലേ? അടിപൊളി കാഴ്ചകളാട്ടോ. നേരം വൈകി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഗൈസ്. ഇങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് പോണ്ടോ? നോക്കാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. അത് അവിടെ ഇറങ്ങിയാൽ അപ്പോൾ അവിടെ എന്തൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ്. ചളിവെള്ളമാണ് വരുന്നത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. 1000 ശിവലിംഗമുള്ള ഒരു സ്ഥലം. പിന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. നമുക്ക് കറക്റ്റ് വഴിയും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫേമസ് സ്ഥലമാണ് ഇവിടുത്തെ. ഇവിടെ ഇത് ഒരു ഉൾഗ്രാമത്തിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. ഇത് കണ്ടുപിടിച്ച് വരാൻ മാപ്പിലൊക്കെ ഉണ്ട് റൂട്ട്
നോക്കി നമുക്ക് കറക്റ്റായിട്ട് വരാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കാഴ്ച കണ്ട് നമ്മൾ വന്ന വഴിയില്ല കേട്ടോ, വേറെ വഴി കൂടെയാണ് ഇവിടെ കയറി പോകുന്നത്. നല്ല വീഡിയോ എനിക്ക് അയച്ചെന്നോളാം. അയച്ചാൻ പറ്റില്ല മോനെ, കേറില്ലേ. വിഷ്ണുവിന്റെ വീഡിയോ എടുത്തിട്ടില്ല, കണ്ടില്ലേ? നല്ല വഴി കണ്ടില്ലേ? നമ്മളിപ്പോൾ കയറുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാട്ടോ, കണ്ടില്ലേ? എടാ ജന ഇറങ്ങിയാൽ മതിയായിരുന്നു. എന്താ വേണ്ട? ഇപ്പൊ ഗൈസ് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറിട്ടോ, അടുത്ത കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഇതേനാണ് ഇറങ്ങിയിട്ട്, നമ്മൾ അതേനാണ് ഇറങ്ങിയത്. അപ്പോൾ സഹസ്രലിംഗയുടെ കാഴ്ചകൾ ഏകദേശം ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളോട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.